ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്രിങ് ഔട്ട് ടാലൻറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാച്ച് സ്റ്റിക്ക്, അതായത് തീപ്പെട്ടി കൊള്ളി വെച്ചിട്ടൊരു ചെറിയൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് ഒരു പീസ് ഓഫ് മൗണ്ട് ബോർഡാണ്. ഈ ഒരു സൈസിലുള്ള ഒരു സ്ക്വയർ ഷേപ്പിലുള്ള അത്യാവശ്യം തിക്നെസ്സും കൂടെ വരുന്ന ഒരു പീസ് ഓഫ് മൗണ്ട് ബോർഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു മൗണ്ട് ബോർഡിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. മൗണ്ട് ബോർഡ് നമ്മൾ മെയിൻ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു സൈസിലുള്ള മറ്റൊരു ഷീറ്റിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അത് നമുക്ക് പിന്നീട് 4 പീസസ് ആയിട്ട് ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റിലൂടെ 4 ഈക്വൽ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് മെയിൻ ഷീറ്റിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു സ്ക്വയർ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് ലൈറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റ് കത്താൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ബാറ്ററി, അതുപോലെ സ്വിച്ച്, ഇതൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്പേസ് ആവശ്യമുണ്ട്. ആ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ പീസ് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ക്രാഫ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം മാച്ച് സ്റ്റിക്ക്, അതായത് തീപ്പെട്ടിക്കൊള്ളികളാണ്. അപ്പോൾ നമ്മളൊരു വലിയ 10 ബോക്സ് വരുന്ന ഒരു വലിയ പാക്കറ്റ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് നമുക്ക് ആവശ്യം വരും, അതുകൊണ്ട് ഒട്ടും പിശുക്ക് കാണിക്കണ്ട. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഫെവി ക്വിക്കാണ്. നമ്മൾ ഈ ഒരു ക്രാഫ്റ്റിൽ മൊത്തമായിട്ട് യൂസ് ചെയ്യുന്നത് ഫെവി ക്വിക്കാണ്. മാച്ച് സ്റ്റിക്ക് ഒട്ടിക്കാനും അതുപോലെ മൊത്തമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെവി ക്വിക്കാണ്. ഫെവി ക്വിക്കിൻ്റെ ടൈപ്പിൽ വരുന്ന സൂപ്പർ ഗ്ലൂ, അതുപോലെ ഫ്ലക്സ് ക്വിക്ക്, ഈ ഒരു ഗമ്മൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റുള്ള ടൈപ്പ് ഗമ്മൊന്നും യൂസ് ചെയ്യാതെ ഇതുപോലുള്ള ഇൻസ്റ്റൻറ്റ് ഗമ്മ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇൻസ്റ്റൻറ്റ് ഗമ്മ് യൂസ് ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം, ബിക്കോസ് കണ്ണിലൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 9 വോൾട്ട് ബാറ്ററിയും അതുപോലെ ഒരു LED ലൈറ്റുമാണ്. ഈ ഒരു LED ലൈറ്റ് 6 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 9 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ നമുക്കറിയാം ഓവർ വോൾട്ടേജ് വന്ന് LED അടിച്ചു പോകാൻ അടിച്ചു പോവില്ല, ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. ബട്ട് സ്റ്റിൽ അതിൻ്റെ ആ ഒരു ലൈഫ് കുറയാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ഓവർ വോൾട്ടേജ് വരുന്നത് കാരണം 6 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന LED ആണ്. നമ്മൾ 9 വോൾട്ട് ബാറ്ററി യൂസ് ചെയ്ത് എന്തായാലും അതിൻ്റെ ലൈഫ് കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു റെസിസ്റ്റർ, അതായത് 10 ഓം 1 വാട്ടിൻ്റെ ഒരു റെസിസ്റ്റർ കൂടെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ കഴിഞ്ഞിട്ടെല്ലാം നമുക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഗ്രാസ്, അതുപോലെ അക്രിലേറ്റ് കളേഴ്സ്, അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് അറിയാം, ഈ ഒരു കണക്ഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലെങ്ത്തുള്ള വയർ ആവശ്യമുണ്ട്, അതുപോലെ സ്വിച്ച് ആവശ്യമുണ്ട്, റെസിസ്റ്റർ ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് പ്രൈമറി സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്ത് വെച്ച ഒരു ചെറിയ പീസ് മൗണ്ട് ബോർഡ് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലൂടെ ഒരു സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള 4 ഈക്വൽ പീസസ് കിട്ടുന്നതാണ്. റെക്റ്റാങ്കിൾ പീസസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മൗണ്ട് ബോർഡ് കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള സിസേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എഡ്ജ് കറക്റ്റായിട്ട് കട്ടായി വരില്ല, ചെറുതായിട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു മൂർച്ചയുള്ള സിസേഴ്സ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ചെറിയ മൗണ്ട് ബോർഡിൻ്റെ പീസസ് വലിയ ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ള പൊസിഷൻ മാർക്ക് ചെയ്യലാണ് നമ്മുടെ അടുത്ത പണി. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ പീസിൻ്റെ ലെങ്ത്ത്, അതായത് 5.7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കിട്ടും. അപ്പോൾ 2.85 ആണ് ഇതിൻ്റെ സെൻറ്റർ. അപ്പോൾ നമ്മൾ സ്കെയിൽ എടുത്തിട്ട് നമ്മുടെ മൗണ്ട് ബോർഡിൽ നമ്മൾ നേരത്തെ സെൻറ്റർ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സെൻറ്ററിൽ നിന്ന് 2.85 സെൻറ്റിമീറ്റർ ഈ ഒരു 4 ലൈനിലേക്കും വിട്ടിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്താൽ മതി. ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ചെറിയ മൗണ്ട് ബോർഡിൻ്റെ ഷീറ്റ് നമുക്ക് പിന്നീട് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. കൂടെ ഒരു പണി കൂടെ ചെയ്യാനുള്ളത്, നമ്മുടെ ആ ഒരു നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ചെറിയ മൗണ്ട് ബോർഡിൻ്റെ ഷീറ്റിലേക്ക് അതിൻ്റെ അകത്ത് ഒരു പീസ് നമുക്ക് സ്വിച്ച് കണക്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു പീസ് നമുക്ക് എടുക്കാം. അപ്പോൾ ആ ഒരു സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, സ്വിച്ച് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ടുള്ള പണി തുടങ്ങാം. നമ്മളൊരു വലിയ 10 ബോക്സ് വരുന്ന ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉള്ള മൊത്തം കൊള്ളി നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് ഇതുപോലൊരു വലിയ പാക്കറ്റ് തന്നെ വാങ്ങിക്കുക.
ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു മൗണ്ട് ബോർഡിൻ്റെ ഷീറ്റിലായിട്ട് നമ്മൾ ആ ഒരു ഫാം ഹൗസിൻ്റെ ബേസ്മെൻറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് നമ്മുടെ ബേസ്മെൻറ്റ് വരിക. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ആ ഒരു ബേസ്മെൻറ്റിന് കറക്റ്റായിട്ടുള്ള ആ ഒരു മാച്ച് സ്റ്റിക്ക് നമ്മൾ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല നമ്മൾ മൊത്തം പീസും ഇതേ ഒരു സ്റ്റെപ്പിൽ തന്നെയാണ് ആക്കുക. അതായത് നമ്മൾ ഓരോ കൊള്ളിയും അടുക്കി വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിലോട്ട് ഫെവി ക്വിക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഒരു 5 സെക്കൻഡ് കൊണ്ട് തന്നെ ഒട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു 4 കൊള്ളി ഒട്ടിയിട്ടുണ്ട്. വെറും 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേ സ്റ്റെപ്പിൽ ഈ ഒരു ഫുൾ ലെങ്ത്തും ആക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ കൊള്ളിയും തലയിരിച്ച് വെക്കുക. സ്ട്രെയിറ്റ് ഒരേ സൈഡിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചെരിഞ്ഞു പോകും. ഈ തലയിരിച്ച് ഓരോ കൊള്ളിയും വെച്ചാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്താൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഈ ഒരു സെയിം സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ ബാക്കി കംപ്ലീറ്റ് പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസസും നമുക്ക് ഈ ഒരു ബേസ്മെൻറ്റായ മൗണ്ട് ബോർഡിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു സെൻറ്റർ പീസല്ല, ബേസ്മെൻ്റ് ആയിട്ടുള്ള ആ ഒരു പീസാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ സെൻട്രലായിട്ടൊരു ഹോള് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹോൾ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇതിനകത്ത് നമ്മളൊരു ലൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ലൈറ്റിന് ആവശ്യമായിട്ടുള്ള വയർ ഇതിനകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഹോൾ ഇട്ടത്. അപ്പോൾ ആ ഒരു ഹോള് മാച്ച്സ്റ്റിക്കിൻ്റെ മുകളിൽ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അത് ഇനി നമ്മൾ മൗണ്ട് ബോർഡിലേക്ക് കൂടെ ഇടണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ആ ഒരു ഉണ്ടാക്കിയെടുത്ത 4 പീസസ് ഉണ്ടല്ലോ സൈഡിൽ വെക്കേണ്ട, അപ്പോൾ ആ ഒരു പീസസൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഫെവി ക്വിക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഗം അപ്ലൈ ആയിട്ട് നമ്മൾ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റ് 90 ഡിഗ്രിയിൽ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഗം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒട്ടുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് പിടിച്ച് നിൽക്കാനും ടൈം കിട്ടില്ല. കറക്റ്റ് ആ ഒരു ആംഗിൾ 90 ഡിഗ്രി തന്നെ വരുന്നുണ്ടോ നമ്മൾ നോക്കിയിട്ട് ഏകദേശം നമ്മൾ ഇത് അവിടെ തന്നെ ഒരു 5 സെക്കൻഡേക്ക് പിടിച്ച് വെക്കുക. അപ്പോഴേക്കും അത് ഒട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ അടുത്ത പീസസ് ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു LED ലൈറ്റ് നമ്മൾ ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കണം. നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ 2 വയേഴ്സ് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വയേഴ്സിലോട്ടായിട്ട് നമ്മൾ LED ലൈറ്റ് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈറ്റ് ഫെവി ക്വിക്ക് ഇട്ടിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ആ ഒരു 2 വയേഴ്സിലേക്ക് LED കറക്റ്റായിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള സൈഡുകളിലൂടെ ഒട്ടിച്ചു കൊടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ സൈഡ് പീസസൊക്കെ കറക്റ്റായി ഒട്ടിച്ച് കഴിഞ്ഞാൽ അടുത്തായി നമുക്ക് റൂഫിൻ്റെ പണിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 മാസ്റ്റിക്ക് കറക്റ്റായി അതിൻ്റെ ലെങ്ത്തിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു റൂഫിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ആ ഒരു പണി കഴിഞ്ഞാൽ നമുക്കിനി സൈഡ് ഫുള്ള് മാസ്റ്റിക്ക് വെച്ച് കവർ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ റൂഫിനായിട്ടുള്ള മാസ്റ്റിക്കുകളൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫാം ഹൗസ് ഏകദേശം ഇതുപോലെ ഇരിക്കും. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇനി നമ്മൾ ഇതിനായിട്ട് ഇത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ അക്രിലൈറ്റ് കളേഴ്സ് വെച്ചിട്ട് ഇതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ്, അതായത് നമ്മുടെ മാറ്റൊക്കെ ഉണ്ടല്ലോ, ഈ ചവിട്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സാധനം തന്നെയാണ് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു ഗ്രാസിൻ്റെ ആ ഒരു ഫീൽ തരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മാസ്റ്റിക് ഒട്ടിച്ച് വെച്ചിട്ടുള്ള മാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ നമുക്ക് കളർ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രൗൺ കളറാണ്. അപ്പോൾ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നാച്ചുറലായിട്ട് തോന്നിക്കും. അതുമാത്രമല്ല നമ്മൾ ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നാച്ചുറൽ വുഡൻ കളർ കൂടെ ഇവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു അരമണിക്കൂർ ഇത് ഡ്രൈ ആവാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാസിൻ്റെ പണി തുടങ്ങാം. ഇതിപ്പോൾ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രാസ് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഇപ്പം നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്. എന്താ പറയുക, ആ ഒരു ഹോണ്ടഡ് ഫാം ഹൗസിൻ്റെ ഫീലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് ആ ഒരു ഗ്രാസൊക്കെ വന്നപ്പോൾ. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ഒന്ന് ഭംഗി കൂട്ടി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ചുറ്റും ഒന്ന് വേലി കെട്ടി കൊടുക്കുകയാണ്. അതും നമ്മൾ മാസ്റ്റിക്ക് യൂസ് ചെയ്ത് ഫെവിക്വിക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെയിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോണ്ടഡ് ഫാം ഹൗസ് ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടിയിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിനുശേഷം നമുക്ക് ഇലക്ട്രിക്കൽ വർക്കാണ് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഓൺ ബോർഡിൻ്റെ പീസസ് നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു സ്ക്വയർ ബോക്സ് ആക്കി എടുക്കാം. അപ്പോൾ കണക്ഷൻ കൊടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റർ കൂടെ ആവശ്യമുണ്ട്. അതായത് 10 ohm 1 വാട്ടിൻ്റെ ഒരു റെസിസ്റ്ററാണ്. നമ്മൾ നോർമലി 1/4 വാട്ടിൻ്റെ റെസിസ്റ്ററാണ് യൂസ് ചെയ്യാറ്. ഇവിടെ നമുക്ക് 1 വാട്ടിൻ്റെ റെസിസ്റ്റർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 1 വാട്ടിൻ്റെ റെസിസ്റ്റർ കുറച്ചുകൂടെ തിക്കായിരിക്കും. ആ ഒരു 1/4 വാട്ടിൻ്റെ റെസിസ്റ്ററിനേക്കാളും കുറച്ചുകൂടെ തിക്കായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റെസിസ്റ്റർ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെ LED 6 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ബാറ്ററി 9 വോൾട്ടിൻ്റെ ആണ്. അപ്പോൾ ആ ഒരു വോൾട്ടേജ് ഡിഫറൻസ് നമുക്ക് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 1 വാട്ട് 10 ohm 1 വാട്ടിൻ്റെ റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ കണക്ഷൻസൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ LED നിന്ന് വരുന്ന ഒരു വയർ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് സ്വിച്ചിൻ്റെ ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് സ്വിച്ചിൻ്റെ രണ്ടാമത്തെ പിന്നിൽ നിന്ന് നമ്മൾ റെസിസ്റ്ററിലോട്ട് കണക്ട് ചെയ്യുക. അത് നേരെ ബാറ്ററിയിലേക്ക്. പിന്നെ ബാറ്ററിയുടെ രണ്ടാമത്തെ വയർ നമ്മൾ ഡയറക്റ്റ് LEDയുടെ രണ്ടാമത്തെ ഒരു നെഗറ്റീവിലോ പോസിറ്റീവിലോ എവിടെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചാൽ അവിടത്തേക്ക് നമ്മൾ ഡയറക്റ്റ് സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററി ഇതിൻ്റെ അകത്തേക്ക് പുഷ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓൺ ആക്കിയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട്? ആ ഒരു ലൈറ്റോടെ വെച്ചിട്ട് ഇതിൻ്റെ ഭംഗി കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും വാങ്ങിക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ബ്രിങ് ഔട്ട് ടാലന്റ് യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ലക്ക്, ടേക്ക് കെയർ.